ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴവും മുട്ടയും വെച്ചുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റ് ആയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കിലോ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം, റൗണ്ടിലല്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പഞ്ചസാര ചേർത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴം ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ഈ സമയത്ത് തന്നെ ഏലക്ക ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നേരത്തെ വഴറ്റി വെച്ച പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മധുരം ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് തന്നെ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി കായ്പോള ഉണ്ടാക്കുന്ന പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നാൽ പാനിൽ നിന്ന് മാറ്റി ഇനി നെയ്യ് ആവശ്യമെങ്കിൽ ഒന്നും കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടത്. അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറൊരു പാനിലേക്ക് നെയ്യ് തടവിയിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ വേറൊരു പാനിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ചെറിയൊരു കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് മാത്രം, വേറൊരു കുക്കാവാത്തതൊന്നുമല്ല. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട.